എന്റെ കുട്ടികളെ, എനിക്ക് ഭാംഗട ആടുന്നത് ഇഷ്ടമാണ്. എന്നോടൊപ്പം ഇന്ന് വരുന്നത് എന്റെ കൂട്ടുകാരാണ്. അടികൈ. ഹണി, സ്റ്റിയറിംഗ് സൂക്ഷിച്ച് പിടിക്ക്. കാണിക്കുന്നേ. അയ്യോ, ആരെങ്കിലും എന്നെ ഒന്ന് പുറത്തെടുക്കണ. ആൻസർ വളരെ സിമ്പിൾ ആണ്. ഇത്രയും കുഴികളുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് റോഡിന് പീപ്പിൾ എന്നാണ്. ജോക്കറെങ്കിലേ, അങ്ങ് ഖന്ന സാറിനെ കണ്ടായിരുന്നോ? അദ്ദേഹം അങ്ങയോടൊപ്പം ആ ടാങ്കിൽ വീണായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന സാധനങ്ങൾ കറണ്ട് പോയപ്പോൾ പാഴായി. പെയിന്റ് ടാങ്കിൽ ഞാൻ വീണു, ഇപ്പോൾ കളർഫുൾ ആയി. അടികൈ. ഒരു സാർ, വേഗം വാ. കളർ മാറ്റാൻ ഞങ്ങൾ സഹായിക്കാം. ഒന്നും സംഭവിച്ചില്ല, ദാ നോക്കിയേ. ഇങ്ങനെയൊന്നും ചെയ്താൽ പറ്റില്ല, അല്പം കൂടി കടുപ്പത്തിലാക്കണം. ഐഡിയ. എന്ത് ചെയ്തിട്ടും ഈ കളർ പോകുന്നില്ല. വേറെ വഴി കണ്ടെത്തിയാ മതിയാവൂ. ഹണി, വാഷിംഗ് പൗഡർ. കഴുതേ, ഞാൻ പറഞ്ഞു ഈ പൗഡർ അല്ല, ഡിറ്റർജന്റ് പൗഡറാ കൊണ്ടുവരാൻ പറഞ്ഞേ. വൈകുന്നേരം കിട്ടും നല്ല ചൂട് ബജി. ഹാച്ചി ഹാച്ചി ഹാച്ചി. രാത്രിയിൽ നമുക്ക് ഒരിക്കലും സൂര്യനെ കാണാൻ പറ്റുകയില്ല. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. എന്നെ ശല്യം ചെയ്ത വിട്ടേക്ക്. എങ്ങോട്ടാ പോയത്? ഇവിടെ ഇല്ലല്ലോ, ഇവിടെ കാണാനില്ല. ആ, ദേ പോകുന്നു. സിറ്റിയിൽ കളർഫുൾ കള്ളൻ. അല്ല, ഇതാ കളർഫുൾ കള്ളൻ തന്നെയാണല്ലോ. ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു. ഇവനെ പോലീസിൽ പിടിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും എനിക്ക് സമ്മാനം കിട്ടും. സണ്ണി അദ്ദേഹത്തിനെ കൊണ്ട് പോവുക. സണ്ണി, നിക്കടാ. ഇടം വിട്. ബർത്ത്ഡേ അല്ലാത്ത ദിവസം ഒരാൾ എനിക്ക് 2 ഗിഫ്റ്റ് തന്നല്ലോ. എത്ര സുഖമാണോ സണ്ണി? നീ എന്നെ പൊക്കിയെടുത്ത് ലിഫ്റ്റ് തരികയാണല്ലോ. കന്യാ സാറിന്റെ കവിതകളടങ്ങുന്ന ബുക്ക് നീ മോഷിച്ചു അല്ലേ? സണ്ണി, നിക്ക്. അദ്ദേഹത്തെ വിട്. ഇവരെല്ലാം സമ്മാനത്തേക്ക് വേണ്ടിയാണ് ഓടുന്നത്. ഇവർക്ക് ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കാം. ദേ പോകുന്നു കന്നാ സാർ. ബൈ ബൈ. സിറ്റിയിൽ കളർഫുൾ കള്ളൻ. ഈ കള്ളനെ ഞാൻ തന്നെ പിടിക്കും. ഹായ് സണ്ണി. കള്ളനെ കിട്ടിപ്പോയി. പാടി തീർന്നു, നമുക്ക് തന്നെയാണ്. ഈ കളർഫുൾ കള്ളനെ പിടിക്കുന്നവർക്ക് സർക്കാർ സമ്മാനം നൽകും.
കളർഫുൾ കളറെ കൊണ്ട് ആരോ ഓടുകയാണ്. ഒരുപക്ഷെ ഞാൻ അവനെ പോലീസിന് പിടിച്ചു കൊടുത്താൽ കാശ് മുഴുവൻ എനിക്ക് കിട്ടും. ഞാൻ അവനെ പിടിക്കും. നീ നിൽക്കടാ, ഞാൻ അവനെ പിടിച്ചോളാം. എന്താ ചെയ്യുക, എന്താ ചെയ്യുക? ടാക്സി ടാക്സി അവനാണ് വരുന്നത്. വരുന്നുണ്ട്. കള്ളൻ ഇവിടെ തന്നെ ഉണ്ടോ? ദിവസം വന്നു കഴിഞ്ഞാൽ നാട് മുഴുവൻ എപ്പോഴും പൂരമാണ്. എടാ ഞാൻ കള്ളനൊന്നും അല്ല, ഖന്ന സാറാണ്. അത് ശരി, ഖന്ന സാറിന്റെ കവിത പുസ്തകങ്ങൾ നീ മോഷ്ടിച്ചോ? അതാ പോകുന്നു ഓട്ടോ. വാ നമുക്ക് അതിലേ പോകാം. എന്റെ അമ്മച്ചി. ഞാനിപ്പ ശരിയാക്കി കൊടുക്കാം. നിക്ക് ആന്റി, ഞാൻ നിങ്ങളെ സഹായിക്കാം. ബൈ ബൈ. എടാ, കള്ളനെ കാരണം കന്ന സാർ ഇപ്പൊ കുടുങ്ങിയിരിക്കുക. ആദ്യം യഥാർത്ഥ കള്ളനെ പിടിക്കണം. എന്റെ പക്കലൊരു അത് കങ്കാരുക്കളെ ശല്യപ്പെടുത്തുന്ന കള്ളനാണ്. അതുകൊണ്ട് കങ്കാരുള്ള സ്ഥലത്ത് അവൻ തീർച്ചയായും വരും. അവൻ എന്റെ കൈക്കിട്ട് ഇടിച്ച് നിറഞ്ഞാ മാറ്റും. താഴെ കറുപ്പും മുകളിൽ ചുവപ്പും. ചോക്ലേറ്റ് കേക്കിന്റെ പുറത്ത് ചെറിപ്പഴം വെച്ചതുപോലെ ഉണ്ടാവും. അതിശയം തന്നെ. എല്ലാ ചോക്ലേറ്റ് എന്റെ വയറ്റിനകത്ത് തന്നെ ഉണ്ട്. എന്നിട്ടും ദേ എനിക്ക് വിശന്നോണ്ടിരിക്കുക. അതെ കണ്ടില്ലേ? മിണ്ടാതിരിക്കും ഹണി. കള്ളൻ അവനാണെന്നാ തോന്നുന്നേ. വെടിയുതിർത്ത ഉടനെ റേസ് തുടങ്ങിക്കഴിഞ്ഞു. അതാ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് ഘോടേശ്വരൻ മുന്നിലെത്തി കഴിഞ്ഞു. കാണികൾ വളരെ രോമാഞ്ചഭരിതരായിരിക്കുന്നു. ഘോടേശ്വരനും വളരെ ആവേശത്തിലാണ്. എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് ഘോടേശ്വരൻ മുന്നേറുകയാണ്. കമാൻ കുതിരേശ്വർ, നിനക്ക് ജയിക്കാൻ കഴിയും. ഘോടേശ്വരൻ വളരെ വേഗത്തിലാണ്. ഈ ടിക് ടിക് സൗണ്ടിന് പകരമായിട്ട് ആരോ കരയുന്ന സൗണ്ടാണല്ലോ വരുന്നത്. എടാ പൊട്ടാ, മുകളിലോട്ട് നോക്കടാ. നിന്റെ ബോർഡ് എന്നെ മുഖത്താ കൊള്ളുന്നേ. സോറി. രണ്ടും മിണ്ടാതിരുന്ന് റേസ് കാണാൻ നോക്ക്. എന്റെ പിള്ളേരെ, ലോക്ക്ഡൌൺ ഇനിയും കൂടുതലായിട്ട് മുന്നോട്ട് നീട്ടുവോ? വീട്ടില് വിരുന്നുകാർ വന്നിട്ടുണ്ട്, കുറച്ച് പാല് കിട്ടുവോ? അടി കൈ. അതേ കുട്ടികളെ, നല്ല race ആ. നല്ല കുതിരയാണ്. എന്റെ പൊന്നോ, ഞാൻ തന്നെ തന്നെ പോയി എടുത്തോളാം. കണ്ണ സാറേ, സാറിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്. പാല് കട്ടെടുക്കുമായിരുന്നല്ലേ? ഒരു വാക്ക് ഞങ്ങളോട് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ എടുത്തു തരുമായിരുന്നല്ലോ. എന്റെ പിള്ളേരെ, നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ ടി വി ശ്രദ്ധിച്ചിരിക്കുന്ന പോലെ ഞാൻ പണ്ട് പഠിത്തത്തിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ വല്ല IAS IPS ആയി മാറിയേനെ.
ഹായ്, ഹൗ ആർ യു ഫ്രണ്ട്? തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു കുരുമുളകുരുളും. നിങ്ങൾ എന്റെ ഫാൻസ് ആണെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതെന്നെ ആനന്ദ നിർവൃതിയിൽ ആറാടിക്കുകയാണ് കൂട്ടുകാരെ. നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഇപ്പോഴെനിക്ക് അതിനോടൊരു മൂഡില്ല. അതെന്താണ് മൂഡ് മാറിയത്? അതിനെ കുറിച്ചും പറയാനുള്ള ഒരു മൂഡിലല്ല ഞാനിപ്പോൾ. സത്യത്തിൽ ഞാനിവിടെ മൂഡ് ഓഫ് ആയിരിക്കുമായിരുന്നു. മറന്നുപോയി, ഇരുന്നു പോയി, കറുത്തുപോയി, വെറുത്തുപോയി, അവസാനം ചിരിച്ചു പോയി. ഞാനാണ് റോഷൻ ത്രിപാഠി. പക്ഷെ താങ്കളുടെ പേര് കുതിരേശ്വർ എന്നല്ലേ? അതെനിക്കും അറിയാം, പക്ഷെ എനിക്കിപ്പോ റോഷൻ എന്ന് പറയാനുള്ള മൂഡാണുള്ളത്. കൂട്ടുകാരെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുതിരേശ്വരന്റെ മുമ്പേ നിൽക്കുന്ന ഹണി എന്നൊന്ന് തോണ്ടിയേ. എന്നാ താ പിടിച്ചോ കൊച്ചളിയാ. ഓ, സത്യമാണ്, സത്യമാണ്. എന്റെ പിള്ളേരെ, ഇതെന്റെ കൂട്ടുകാരൻ കുതിരേശ്വറാണ്. ഇവിടെ ആദ്യമായിട്ടായതുകൊണ്ട് കുറച്ച് മൂഡ് ഔട്ട് ആണ് ഇപ്പോ. പെട്ടെന്ന് മൂഡ് മാറാറുണ്ട്. ഇവ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തുണി അലക്കും. തിയേറ്ററിൽ പോയാലോ അവിടെ നിന്ന് ഗെയിം കളിക്കും. സത്യത്തിൽ ഇദ്ദേഹം വേറെ ആരോടോ കൂട്ടുകൂടാൻ പോയതാ. മൂഡ് മാറിയപ്പോ ഖന്നാസാറിന്റെ കൂടെ കൂടി. പച്ച നിറത്തിലുള്ള കൊച്ചുകാക്കെ വന്ന് ഈ കസേരയിൽ കുത്തിയിരിക്കൂ. അനിയ ഈ മൊബൈൽ പിടിക്ക്, എന്നിട്ട് ആ AC ഒന്ന് ഓൺ ചെയ്തേ. മൊബൈലും കൊണ്ട് AC ഓണാക്കാൻ പറ്റുമോ? അത് രണ്ടും വെവ്വേറെ കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. ഒരു സെക്കൻഡ് മുമ്പ് എനിക്ക് മൊബൈൽ നോക്കാനാണ് തോന്നിയതാ. നിങ്ങൾ വേഗം പോയി എനിക്കൊരു ചായ ഇട്ടോണ്ട് വാ. പിടിച്ചോ, നല്ല കോഫിയാ. ഇപ്പൊ താങ്കളുടെ മൂഡ് മാറിക്കാണല്ലോ അല്ലേ? നീ എന്താടാ എന്നെ കളിയാക്കുകയാണോ? ഞാൻ പറഞ്ഞത് എനിക്ക് കോഫി വേണമെന്നല്ല, മനസ്സിലായോ? നല്ല ചൂട് ചായയാ. മുഴുവനും കേട്ടിട്ട് പോയാ പോരായിരുന്നോ? എനിക്കിപ്പോൾ ആവശ്യം കോഫിയും ചായയും ഒന്നുമല്ല, നല്ല ജ്യൂസാണ്. എന്റെ അനിയ, നീ എനിക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടു, അതിനു വേണ്ടി കുറെ സമയം നഷ്ടപ്പെട്ടു. നീ ആകെ ചുറ്റപ്പെട്ടു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ആം സോറി അനിയ. ഇപ്പൊ താങ്കൾക്ക് എന്ത് ചെയ്യാനുള്ള മൂഡാണെന്ന് പറയൂ. ഇപ്പൊ എനിക്ക് ഹോക്കി കളിക്കാനുള്ള മൂടാണ് അനിയ. അല്ല, ചന്ദ്രനിൽ പോകാനുള്ള മൂടുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ഹോക്കിയുടെ ഡ്രസ് എടുത്തിട്ടത്? സത്യത്തിൽ എനിക്കിപ്പോ സിറ്റിയിലൂടെ വണ്ടി ഓടിക്കാനുള്ള മൂടാണുള്ളത്. എടാ, ഇങ്ങനെ പൊക്കി എടുത്തോണ്ട് ഇപ്പൊ തന്നെ വാ, അല്ലെങ്കിൽ അടുത്ത മൂഡ് ഇപ്പൊ തന്നെ പൊട്ടി വീഴും. അതെ, നിങ്ങളെല്ലാം പൊയ്ക്കോ. എനിക്ക് അർജന്റായിട്ട് ഉറങ്ങണം. സത്യത്തിൽ എനിക്കിപ്പോൾ ഈ വണ്ടി സ്പീഡിൽ ഓടിക്കാനാണ് തോന്നുന്നത്. വണ്ടി എന്തിനാ നിർത്തിയേ? നിർത്താനുള്ള മൂടായിരുന്നു അനിയ. വണ്ടി നിർത്താനോ? അല്ല, എനിക്കിപ്പോൾ ഒരു കാര്യം പറയാനുള്ള മൂഡ് വന്നു. വേഗം സീറ്റ് ബെൽറ്റ് ഇട്ടോ. എനിക്കിപ്പോൾ ഈ വണ്ടി കൊക്കയിലേക്ക് ചാടിക്കാനുള്ള മൂടാണ്. വേണ്ട. ഇയാളെ നാളെ റേസിൽ പങ്കെടുപ്പിക്കണം എന്നുള്ള ആഗ്രഹം നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിക്കായിരുന്നാ മതി. ഇനി നമ്മൾ പതുക്കെ പോകുന്നുള്ളൂ. പക്ഷെ പുറകോട്ട് നോക്കിക്കൊണ്ടായിരിക്കും ഓടിക്കുന്നത്. അയ്യോ കുതിരേശ്വര, മുമ്പോട്ട് നോക്ക്, മുമ്പോട്ട് നോക്ക്. അതിനുള്ള മൂഡ് എനിക്കില്ല അനിയ.
നോക്ക്, അതായിരിക്കുന്നു. അനിയ മുതിര കുതിരകളുടെ ഇഷ്ടഭക്ഷണമാണെന്ന് അറിയില്ലേ? ഇത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് കണ്ടു നിൽക്കാനായില്ല. ഈ മുതിര കഴിച്ചാൽ മധുരയിൽ പോയി കുതിര സവാരി നടത്താൻ പറ്റിയ. ഇത് മൂടാണോ അതോ കുട്ടികളുടെ ഡൈപ്പറാണോ? ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തിരിച്ചടി കിട്ടുമ്പോഴേ മനസ്സിലാവൂ. കൊള്ളാലോ ഹണി, നല്ലൊരു ഐഡിയ കിട്ടി. താങ്ക് യു കൊച്ചളിയ. പക്ഷെ ഈ ഡൈപ്പർ എന്ന് പറയുന്നത് അത്ര വലിയ ഐഡിയ ഒന്നും അല്ല. വാ, ആ ഡിസ്കൗണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാം. ഇത് കൊള്ളാലോ. അടുത്ത ആഴ്ച സണ്ണിയുടെ ടീമായിട്ട് മാച്ച് ഉണ്ട്. ഇവിടെ നിന്ന് ബാറ്റിന് പകരം ഒരു ഗിറ്റാർ എടുക്കാം. ഇതാകുമ്പോ ബോൾ ഒരു കാരണവശാലും മിസ്സാവില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ എന്തിനാണ് ചിരിക്കുന്നേ? ഞാൻ ചിരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ എന്റെ ആരോ പുറകിൽ നിന്ന് ഇങ്ങനെ ഇപ്പൊ ശരിയാക്കി തരാം. ഒരാളിരുന്ന് വയലിൻ വായിക്കുമ്പോ കുറച്ചു ദൂരം മാറി നിൽക്കണമെന്ന് നിനക്ക് ഇതുവരെ അറിയില്ലേ സുഹൃത്താറെ? അല്ലെങ്കിൽ ബോൾ ദേഹത്ത് കൊള്ളും. അതെ ചേട്ടാ, എനിക്ക് ഒരു ബാസുരി വേണം. അത് പൊളിയായിരിക്കണം. ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് കാണിച്ചേ. കോർണറിലുണ്ട്, ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യേ. ചോക്ലേറ്റ്. ആഹാ, നട വീണ് കിടക്കുന്നു. ഉറങ്ങിയെന്നാ തോന്നുന്നേ. ഇനിയാണ് എന്റെ കലാപരിപാടി തുടങ്ങുന്നേ. ഇത് വായിച്ച് എല്ലാരും ഞാൻ ഉറക്കും. എല്ലാവരും ഉറക്കാൻ ഇവിടെയുള്ള സാധനങ്ങൾ വടിച്ചു മാറ്റിക്കൊണ്ട് എപ്പത്തെ മോഷണം വലിയ കുഴപ്പമില്ല. താഴ്ന്നെങ്ങോട്ടാ ഓടുന്നേ? ആ ഫ്ലൂട്ടിന്റെ പൈസ കേട്. എടോ, കാശ് എന്നിട്ട് പോടോ. എന്താ കാശ്? എന്റെ കയ്യിൽ കാശൊന്നുമില്ല. അവനാണ് ഫ്രൂട്ട് വായിക്കുന്ന മയില്. പിടിക്കവനെ. കൊറോണ വൈറസ് ഇപ്പൊ ലോകത്തിന് മൊത്തം ദോഷമാണ്. കള്ളന്മാരെ പിടിക്കാൻ വന്നവര് ദാ ഇവിടെ നല്ല ഉറക്കത്തിലാണ്. കണ്ടോ, വണ്ടി ഇടിക്കാതെ മാറ്റിയത് കണ്ടോ? ആ വണ്ടിയിലാണ് ഇടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇതുപോലൊന്നും പറ്റില്ലായിരുന്നു.
ഹണി അവരെ അടിച്ചിട്. എന്തടിച്ചിടാൻ? അതിനിവിടെ ചവറൊന്നും കാണുന്നില്ലല്ലോ. നിന്റെ പഞ്ഞി എടുത്ത് മാറ്റ്. ബാസുരി കേട്ട് നീ ഉറങ്ങുന്നതാ നല്ലത്. എന്താ കെട്ടല്ല, ഈ ബാസുരി കൊണ്ട് ഞാൻ എല്ലാത്തിനെയും ഉറക്കും. ദാ കള്ള, നീ നേരെ ജയിലിലേക്ക് പോവാൻ റെഡിയായി നിന്നോ? മര്യാദയ്ക്ക് മോഷ്ടിച്ചതൊക്കെ തിരികെ തന്നോ? ഇനി ഞങ്ങൾ ഉറങ്ങില്ല. ഞങ്ങളുടെ ചെവിയിൽ നിറച്ച് പഞ്ഞി വെച്ചിട്ടുണ്ട്. എഴുന്നേക്ക് ഹണി, എഴുന്നേൽക്ക്. ഇനി ഏതാ പൂച്ചയെന്ന് തിരിച്ചറിയാൻ പറ്റാതായ നിനക്ക്? എടാ ഡെഡ് ആണ്. സ്റ്റിയറിംഗ് പിടിച്ച് വളയ്ക്ക്. സ്റ്റിയറിംഗ് ഇളക്കിയെടുക്കാനോ? എന്നാ ശരി. പക്ഷെ മുമ്പിൽ ഡെഡ് ആണ്. നീ പറഞ്ഞത് തെറ്റായി പോയി പോപ്പട്ടെ. ദൈവമേ, ആ സ്റ്റിയറിംഗ് ഓടിച്ചെടുത്തു. ഇനി ആ ബ്രേക്കിൽ ചവിട്ട